ഇന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, സോറി. അപ്പം ആരുമായിട്ടും അങ്ങനെ കൂടുതൽ ഷെയർ ചെയ്യാൻ പോകില്ല കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അതിനെക്കുറിച്ചൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും പറയരുതെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, ഭയങ്കര സ്ട്രെസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. പിന്നെന്താ, കുട്ടികളെ നോക്കുന്നു, കാരണം രാവിലെ പോകുന്നു, ജോലി ചെയ്യുന്നു, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ താമസിച്ച് കഴിയുമ്പോൾ ചിലപ്പം 8:30-9 മണി ആ ഒരു ടൈമൊക്കെ കഴിയുമെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. ആ ഒരു ടൈമും വീട്ടിൽ വരാൻ, പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം, കാരണം അമ്മയും ഭാര്യയും കൂടാണ് 2 കുട്ടികളെ നോക്കുന്നത്, ഇരട്ടകളാണ്. അപ്പം അത് നോക്കണം. പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള രാത്രിയിലത്തെ ഉറക്കം, 2 സ്വഭാവക്കാരായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് 2 സ്വഭാവക്കാരാണെന്ന്. ഒരാൾ ഇത്തിരി കുഴപ്പമില്ല, ഒരാൾ ഇച്ചിരി ദേഷ്യക്കാർ ഒക്കെയാണെന്നാണ്. അങ്ങനെ അപ്പോൾ അതും ഇതും എല്ലാം കൂടെ, ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം, ജോലിയുടെ പ്രശ്നം, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ആ സ്ട്രെസ്സ്. അപ്പോൾ മാത്രമല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. നേരത്തെയൊക്കെ പുറത്തേക്ക് ഇറങ്ങി കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിക്കുമായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം അതിന് സമയം കിട്ടുന്നില്ല. അപ്പം ആളുകളോട് സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ് അദ്ദേഹം പ്രശ്നമായിട്ട് പറഞ്ഞത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് എനിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എത്ര നിസ്സാരമായിട്ടോട് പോടൂ, അതൊക്കെ എല്ലാവർക്കും. ഇങ്ങനെ നിസ്സാരമായിട്ട് എന്നോട് സംസാരിക്കുന്ന 2 വ്യക്തികളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അതെല്ലാവർക്കും അറിയാം, ട്യൂഷൻ സെൻ്ററിലും അറിയാം, ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. നമുക്കിപ്പോൾ എന്തൊരു അത്യാവശ്യം കടം മേടിക്കണോ ചോദിക്കുക, ഉണ്ടെങ്കിൽ തരും. ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യണം, തരും. ഞാൻ പറയും എല്ലാം എഴുതി വെച്ചോ, ഞാൻ തിരിച്ച് തരും എന്ന് പറയും. നമ്മളങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തരുമല്ലോ അല്ലേ, ആ ഒരു ഇതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാണ്, എപ്പോഴും പറയാണ്, ഇനിയും പറയുകയാണ്, നമ്മളുടേതായിട്ടുള്ള കുറേ സ്വകാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഏറ്റവും പേഴ്സണലായിട്ടുള്ള കാര്യമുണ്ട്. അത് ആരോടും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനോടും ദൈവം എന്ന ആ ഒരു സങ്കല്പത്തിനോട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒറ്റ മനുഷ്യരോടും പറയാൻ പോകരുത്. ചിലർക്ക് പറഞ്ഞു വരുമ്പോൾ അങ്ങ് മനസ്സങ്ങ് തുറന്നിടും. അത് മനസ്സ് തുറന്ന മനസ്സിനെ മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അത് അവരാവശ്യത്തിന് പ്രയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ മനസ്സിനെ കൈവിട്ട് പോവുകയും ചെയ്യില്ല. അങ്ങനൊന്നും ആരോടും ഒന്നും പറഞ്ഞ് നമുക്ക് ഒരു പാരയാക്കി നമ്മൾ പണിത് വെക്കല് ഒന്നിനെയും. ഓക്കെ, അതാണ് ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞത്. അതുള്ള കാര്യമാണ്. ഇപ്പം ആ കമൻറ്റ് വന്നപ്പോഴും എനിക്ക് തന്നെ കറക്റ്റ് കാര്യമാണ്. ആരെയും അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ശരിയല്ലേ?